എടാ എല്ലാവർക്കും ഇഷ്ടമാണ് അത്. ചില ലേഡീസിന് ഇഷ്ടമല്ല, ചില ലേഡീസിന് ഇഷ്ടമാണ്. ഓക്കെ കേട്ടോ, എല്ലാവർക്കും ഒരേപോലെ ആവില്ലല്ലോ. പിന്നെ വെറുതെ ആർത്തിയോടെ ചെയ്തിട്ട് കാര്യമില്ല. ഇതിനൊരു ഇതില്ല, ചില ആൾക്കാർ ആർത്തിയോടെ ചെയ്യും, അതിന് നമുക്കത് വേദന ഉണ്ടാവുള്ളൂ. ഒരാളിങ്ങനെ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യണം, നമ്മൾ ആസ്വദിച്ച് ചെയ്യണം. ചില ആൾക്കാരെന്ന് ആർത്തി, അത് നമുക്ക് വേദന, നമുക്ക് ഇറിറ്റേഷൻ സംഭവിക്കും, നമുക്കതിൽ സുഖം ഉണ്ടാവില്ല. അല്ല ലക്ഷ്മി ചേച്ചി, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മൾ ഇഷ്ടത്തോടെ കൊടുക്കണം. ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതിനൊരു സുഖമുണ്ട്. അല്ലാതെ എന്തിനോ വേണ്ടിയിട്ട് അതിൽ കാര്യമില്ല മോനെ, അതിനോട് എനിക്ക് താല്പര്യമില്ല. അല്ല ലക്ഷ്മി ചേച്ചി, നമ്മൾ ഇഷ്ടത്തോടെ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും നമ്മളത് ചെയ്യുമ്പം നല്ല സ്ലോയിൽ പതുക്കെ അതിൻ്റെ നൂലാമാലകളൊക്കെ ആസ്വദിച്ച് നമ്മൾ ചെയ്യണം. എങ്കിലേ നമ്മുടെ ഒരു സൗണ്ടൊക്കെ പുറത്ത് ചാടും. ഓക്കെ ചേച്ചി ഒന്ന് മ്യൂട്ടടിക്കും പ്ലീസ്, അവനാൾ ശരിയല്ല. മ്യൂട്ടടിക്കണ്ട, ബ്ലോക്ക് അടിക്കണ്ട. പക്ഷെ എടാ അത് കറക്റ്റ്, എടാ ഞാൻ പറഞ്ഞില്ലേ അത് നല്ലതാണ്. ചില ആൾക്ക് ഇഷ്ടമാവും, ചില ലേഡീസിന് ഇഷ്ടമാണ്. അത് ഓരോ ലേഡീസുകൾക്കും ഓരോ പ്രത്യേകത അല്ലേ. അതിന് ഒരുപാട് രീതികളുണ്ട്. എനിക്ക് അത് അത് ഓരോരുത്തരുടെ കഴിവ് പോലെ ഇരിക്കും. എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. എല്ലാവരും ഒരേപോലെയാണോ പാത്രം നക്കുന്നല്ലോ? പല രീതിയിലും ആൾക്കാർ ചെയ്യുന്നവരുണ്ടാവും. അതെല്ലാ ലേഡീസിനും ഒരു രീതിയിൽ ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് വേറെ രീതിയായിരിക്കും ഇഷ്ടം. എനിക്ക് ആർത്തിയോടൊന്നും ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പതുക്കെ, എനിക്ക് എങ്ങനെയാണെന്ന് അറിയാം സെക്സ് ഇഷ്ടം. എനിക്ക് ഇവിടെ നിന്ന് തുടങ്ങി അങ്ങ് പെരുവറിൽ വരെ എത്തിക്കണം, എനിക്കതിഷ്ടം. 3 മണിക്കൂർ ടൈം വേണം, അതെനിക്ക് എനിക്ക് ഇഷ്ടമല്ല. സമയങ്ങളെടുത്ത് ഒരു ലേഡീനെ സൂചിപ്പിക്കണം. അതാണ് ഒരാണിൻ്റെ വിജയം. അല്ലാതെ ഓടി വന്നിട്ട് കുണ്ണ കയറ്റിലല്ല, എനിക്കതിനോട് താല്പര്യമില്ല. അല്ല അശുഭ ചേച്ചി അല്ലേ? വെള്ളം കളയാനാണ് ഇപ്പോൾ കൈ പിടിച്ച് കളഞ്ഞാൽ പോരെ. എനിക്ക് 3 മണിക്കൂർ വേണം, 3-4 മണിക്കൂറെങ്കിലും വേണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ പങ്കാളിയെ സൂചിപ്പിക്കാനാണ് എനിക്കിഷ്ടം. രണ്ട് ഓടി വന്നല്ലേ ജയറു, ഓടി വന്നിട്ട് 2 ഉമ്മ കൊടുത്ത് അവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, കവച്ച് വെച്ചു കഴിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളിവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ തലമുടിമ ചെയ്യുന്നുണ്ടെങ്കിൽ, തലയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വേണം കൈ വിരലൊക്കെ ഇട്ട് ഇങ്ങനെ കാണിച്ച് ഒരച്ച് ഇങ്ങനെ ഒരുപാട് ടൈമുണ്ട്. ഓക്കെ, നമ്മൾ സ്വന്തം പറയും കയറ്റിക്കോ എന്ന് പറയും. അതാണ് ഒരു പെണ്ണ്. ചിലപ്പോൾ തെറിയും പറയും, ഇപ്പോൾ മൈരെന്നും പറയും, ചിലപ്പോൾ മുത്തേന്നും വിളിക്കും. ഓക്കെ, അയ്യോന്നും വിളിക്കും, അമ്മച്ചീന്നും വിളിക്കും, അച്ചാന്നും വിളിക്കും. അങ്ങനെ തന്നെ. അല്ല ഞാൻ ബംഗാളി. അവിടെ ആർക്കും സെക്സ് അറിയില്ല. ആശപ്പ ചേച്ചി ഞാൻ പറഞ്ഞതിന് യോജിക്കുന്നോ ഇല്ലയോ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് ഇഷ്ടം 3 മണിക്കൂർ സൂചിപ്പിക്കുന്ന ആണുങ്ങളെയാണ്. എനിക്കങ്ങനെ ആരെയും വേണ്ട, എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾ മതി. അല്ല അശുഭ ചേച്ചി, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴല്ലോ കിട്ടുമ്പോഴേ കിട്ടും. അത് ശരിക്കും മാക്സിമം നമ്മളത് ആസ്വദിക്കണം. നമ്മൾ മതിയെന്ന് പറയണമെങ്കിൽ ചെയ്യണ്ട, അയ്യോ എനിക്ക് മതി മുത്തേ മടുത്ത് എന്ന് നമ്മൾ പറയുന്നോടം വരെ നമ്മൾ ആസ്വദിക്കണം.
അയ്യോ എന്നെ കൊലയിലേന്ന് നമ്മൾ പറയണം. ഓക്കെ, അവിടെ നമ്മുടെ വിജയം. ഓക്കെ, ഇനി എല്ലാം ശ്രദ്ധിക്കാട്ടോ. യെസ്. അല്ല ചേച്ചി, അയ്യോ എനിക്ക് ഞാൻ മടുത്ത്, അയ്യോ ഇനി കൊല്ലല്ലേ മുത്തേ, അയ്യോ വേണ്ട ഇനി ചെയ്യണ്ട, നമ്മൾ അങ്ങനെ പറയണം. അങ്ങനെ പറയണം ഒരു ലേഡി. അയ്യോ ഞാൻ പറയും, അയ്യോ എനിക്ക് പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ പറയണം, മനസ്സിലായോ? അങ്ങനെ പറയണം. അങ്ങനെ അത് പറയാറില്ല. അങ്ങനെ പറയണം മുഖത്തെ. ഒരാണുങ്ങൾക്ക് അത് ഇഷ്ടമാണ്, നമ്മുടെ മനസ്സിന് സന്തോഷമാണ്. ആശുപേച്ചി പറയാറില്ലേ ഹസ്സിനോട്? ആശുപേച്ചിയുടെ ചോദ്യം, നാളെ പറയരുത് എന്നോട്, പറയാറുണ്ടോ ഇല്ലയോ? അയ്യോ ഞാൻ ചത്തു, എനിക്ക് വയ്യ, ഇല്ലേ? എനിക്കറിയാൻ പറയും. കാരണം ഞാനൊരു പെണ്ണായതുകൊണ്ട്